ഞങ്ങൾ പോകുന്നത് അടുത്ത് ബാഹു ഫോർട്ടിൻ്റെ മുകളിലേക്കാണ്, ആ ഭാഗത്തേക്കാണ്. അവിടേക്ക് വേറെ സെപ്പറേറ്റ് ടിക്കറ്റാണ്. 30 രൂപയാണ് ഒരു ടിക്കറ്റിന് അവിടെ കോസ്റ്റ് ഉള്ളത്. ഇവിടെ ഒരു അക്വേറിയം ഉണ്ട്, കണ്ടോ? ഇതൊരു അക്വേറിയാണ്. 9x9 ഈ അക്വേറിയം. ഒരു മീനിൻ്റെ ആകൃതിയിലുള്ള ഒരു അക്വേറിയാണ്. മനോഹരമായിട്ടുള്ള ചിത്രപ്പണികളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഒരുപാട് കുട്ടികൾക്കായിട്ടുള്ള സംഭവങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. കുറേ ബാഗുകൾ, ടോയ്സ്. ഇത് ഹാൻഡ് മെയ്ഡാണ് കേട്ടോ. ആ കാണുന്ന മീനിൻ്റെ വായയുടെ ഉള്ളിലേക്കാണ്, അതിൻ്റെ ഉള്ളിലാണ് അക്വേറിയം ഉള്ളത്. 30 രൂപയ്ക്ക് എന്തൊക്കെ കാഴ്ചകളാണ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് നോക്കിയിട്ട് വരാം. പക്ഷെ അതിൻ്റെ ഉള്ളിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ, ക്യാമറ, ഇതിനൊക്കെ വേറെ എക്സ്ട്രാ പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കണം. നമ്മളെന്തായാലും നോക്കി നോക്കട്ടെ. നമ്മൾ പേയ്മെൻറ്റ് എന്തായാലും കൊടുത്തിട്ടില്ല, അതിൻ്റെ ടിക്കറ്റ് വേറെ എടുത്തിട്ടില്ല. ഈ ഒരു ഫോർട്ടിൻ്റെ ഇവിടെ ആയിട്ടാണ് ഉള്ളത്. കണ്ടോ, ജാതി വ്യൂ കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് പോയി നോക്കിയാൽ തന്നെ അറിയും. അക്വേറിയം അവയർനെസ് സെൻറ്റർ ബോർഡ് ഇനാഗ്രേറ്റഡ് ബൈ ജനാബ് ഗുലാം നബി ആസാദ്. 14th ജൂലൈയിലാണ് ഈ ഒരു അക്വേറിയത്തിൻ്റെ പരിപാടികളൊക്കെ എല്ലാം തീർത്തിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിലുള്ളതെന്ന് പറയുന്നത് ഫിഷ് മൗത്ത്, മൾട്ടിമീഡിയ ഹാള്, ലബോറട്ടറി, ഗ്ലാസ് അക്വേറിയം, അക്വാ കേവ്സ്, അക്വാട്ടിക് മ്യൂസിയം, ഫിഷ് ടെയിൽ തുടങ്ങിയ സംഭവങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഈ ഒരു ഫോർട്ടിൻ്റെ അതിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രി ഇല്ല എന്ന് തോന്നുന്നു കേട്ടോ. അവിടെ ആരും കയറ്റണില്ല, അതൊക്കെ ഇടിഞ്ഞ് പിടിഞ്ഞ് വീഴാറായിരുന്നു ഏകദേശം. അങ്ങനെ ആ മീനിൻ്റെ ആകൃതിയുള്ള ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ താഴത്തേക്ക് ഇറങ്ങാം കേട്ടോ. ഇതാണ് അക്വേറിയത്തിൻ്റെ മെയിൻ എൻട്രൻസ്. ഇതിനുള്ളിൽ നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ ഇവിടുന്ന്. ഒരു സൈഡാണ്. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ വലിയ സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയ പോലെ ബാൽക്കണിയിൽ നിന്ന് നോക്കണ പോലെ ഇവിടുന്ന് നല്ലൊരു വ്യൂ ആണ്. ഇവിടെയൊക്കെയാണ് അക്വേറിയം ഉള്ളത് കേട്ടോ. ഇതാണ് മിക്സഡ് കോയി. ഏഞ്ചൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിഷാണ്. ടെറസ് എന്ന് പറഞ്ഞിട്ടുള്ള കുഞ്ഞു മീനുകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നല്ല ഭംഗിയുള്ള മീൻകുട്ടികളൊക്കെ. പിന്നെ ഇവിടെ ഓസ്കാർ എന്ന് പറഞ്ഞിട്ടുള്ള മീനാട്ടോ. ഈ മീനാണ് ഓസ്കാർ മീനാണ്. ഈ മീനിൻ്റെ പേരാണ് ഗൗരമീൻ. ഇവിടെയുണ്ട്. ഈ മീനിൻ്റെ പേര് പിന്നെ കൊടുത്തിട്ടില്ല കേട്ടോ അവിടെ. ഇത് തീരുമാനമായിരുന്നുള്ളൂ ഈ മീൻ. പിന്നെ ഗോൾഡൻ റക്ക. പിന്നെ ബ്ലാക്ക് മൂറി എന്ന് പറഞ്ഞിട്ടുള്ള മീനാണിത്. വൈറ്റ് ഓസ്കാർ, ടൈഗർ ഓസ്കാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മീനുകളാണിത്. വൈറ്റ് ഓസ്കാർ, ഇതാണ് ടൈഗർ ഓസ്കാർ. പിന്നെ ഇവിടെ കുറേ മീനുകളൊക്കെ പിടിച്ചിട്ടുള്ള സംഭവങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ ലോകനാഥൻ മുരുകൻ ഒക്കെ ഇവിടെ വന്ന് സഞ്ചരിച്ചിട്ടുണ്ട്. സൗത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ആരൊക്കെ ഇവിടെ വന്ന് സഞ്ചരിച്ചതിൻ്റെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡയമണ്ട് ടെർട്ട എന്ന് പറഞ്ഞിട്ടുള്ള മീനുകളാണ് ഈ കാണുന്നത്. പിന്നെ യെല്ലോ പാരറ്റ് മീനുകളാണിത്. നമ്മുടെ സ്രാവ്, റെഡ് ടൈൽ ഷാർക്ക് ഫിഷുകൾ, കുഞ്ഞൻ സ്രാവുകൾ. ക്ലൗൺ ലോച്ച് എന്ന് പറഞ്ഞിട്ടുള്ള മീനുകളാണിത്. ക്ലൗൺ ലോച്ച്. പിന്നെ അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോൾ ഇവിടെ ആകെ മൊത്തം സീനാണല്ലോ. ദേ കിടക്കണോ ഉമ്മാരൊക്കെ ഇവിടെ ഉണ്ട്. ഇതിന്റെ പേരാണ് കൊഹാക്കു, ടൈഷൂസൻസ്, കൊഹാക്കു, സക്കർ മൗത്ത് കാറ്റ് ഫിഷ്. അങ്ങനെ കുറേ മീനുകളൊക്കെ ഉണ്ട്. സ്ലെൻഡർ ജിയോപാഗസ്. ഇവിടെ മീനുകൾ, ഇവിടുത്തെ മീനൊന്നും കാണാനില്ല. അവിടെ പോയി ഉള്ളിലാണ്. ഇവിടെയുണ്ട് മീനുകൾ. അത്യാവശ്യം വലിയ അക്വേറിയം കേട്ടോ അത്. കണ്ടോ,
അത്രയുണ്ട് ഒരു അക്വേറിയം. എന്താണ് പിരാന? പിരാന നോക്കിയാൽ പിരാന. ഇതാണ് പിരാന ഫിഷ്. നമ്മളൊന്നും അങ്ങോട്ട് ഇറങ്ങി ചെന്ന പിരാന നോക്കിയ പിരാന. പിരാന ഫിഷ്. ഗോൾഡ് ഫിഷസ്. ഇതാ പിന്നെ പറഞ്ഞിട്ടുള്ളൊരു ഫിഷാണ്. ഇതാണ് ഗപ്പി കുഞ്ഞുങ്ങൾ നോക്കി. ഗപ്പിയാണത്, ഡെൽറ്റ ഗപ്പി. കോഴി. ഈ മീനിന്റെ പേരാണ് സീബ്ര മിബോന. കിസ്സിംഗ് ഗൗരവി പറഞ്ഞിട്ടുള്ള ഒരു മീനാണത്. അതിന്റെ ഒരു താടിയുടെ നോക്കിയിട്ടുള്ള ഒരു വാരകമൊക്കെ. ഹലോ. ഗാലറിയിൽ നമ്മുടെ ഫിഷിംഗ് റോഡിനെ കുറിച്ചിട്ട്, ആംഗ്ലർ വിത്ത് ഫിഷിംഗ് റോഡിനെ കുറിച്ചിട്ട് ഒരു പ്രതിമ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വിവിധം അക്വേറിയം ടോയ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കോറൽസ് ആൻഡ് ഷെൽസ് ആണ്. ഇതൊക്കെ കക്കകൾ, ഓരോ സ്റ്റൈലിലുള്ള കക്കകൾ, ഷെൽസുകൾ, ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു അക്വേറിയത്തിന് ഉള്ളിലുള്ളത്. പെൻസിൽ ഫിഷസ് ആണ് ഇതൊക്കെ ഉള്ളത്. നല്ല ഭംഗി കേട്ടോ, നല്ല കാണാൻ കൊള്ളാം കേട്ടോ. ഇത് സംഭവം നന്നായിട്ടുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇവിടെ ഓരോ ഫിഷുകളുടെ ക്ലീനിങ് മെത്തേഡും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ ഫിഷുകളുടെ റിപ്പയറിങ് ഫിഷസ് എക്യുപ്മെൻറ്റ്സ് റിക്വയർഡ് ടു പ്രിപ്പയർ കുക്ക് ചെയ്യാനുള്ള പോട്ട്സുകൾ, വെസൽസ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓരോ കട്ട്സ് ഓഫ് ഫിഷസ് കൊടുത്തിട്ടുണ്ട്. ഫില്ലേക്ക് എടുക്കണതിൻ്റെ, കട്ടിങ് ഫില്ലേക്ക് എടുക്കണതിൻ്റെ, റൗണ്ട് ഫിഷ്, അതുപോലെ ഫ്ലാറ്റ് ഫിഷ്, സ്കെയിലിങ്, അതിൻ്റെ ചെതമ്പിലെടുക്കുന്നത്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്. ഫിഷുകളെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഫിഷിൻ്റെ കുറിച്ച് എല്ലാ ഭാഗങ്ങളും, കണ്ണുകൾ, ഓരോരോ ഭാഗങ്ങൾ, ഫിഷിൻ്റെ ഒട്ടുമിക്ക എല്ലാ സംഭവങ്ങളെ കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽ അവരിവിടെ കൊടുത്തിട്ടുണ്ട്.